ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് ഗരം മസാലയിൽ തുടങ്ങിയത്. ഗരം മസാല ഇപ്പൊ ഹെർബൽ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ മേളക്ക് പോയിട്ട് കുറെ സൽസ് മേളക്ക് പോയി. അപ്പൊ അവിടെ എല്ലാം കൊറിയറുണ്ട്. ഇപ്പൊ മെയിനാ ഇതെന്ന് വെച്ചാല് ജലദോഷം, തലവേദന, തൊണ്ടവേദനക്കെല്ലാം ആൾക്കാർ വിളിക്ക്. ഒരു ബോട്ടിൽ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടെ 10-15 ബോട്ടിൽ അവർ വാങ്ങിക്കുന്നുണ്ട്. റീന കോഴിക്കോട് ജില്ലയിൽ നിന്ന് വടകര എന്ന് വരുന്ന കുടുംബശ്രീയുടെ പേര് ഗഗനം യൂണിറ്റ്. ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് ഗരം മസാലയിൽ തുടങ്ങിയത്. ഗരം മസാല ഇപ്പൊ ഹെർബൽ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. കൊറിയറായിട്ട് പല സ്ഥലത്തും അയക്കുന്നുണ്ട്. ഓരോ മേളക്കും സ്റ്റാൾ ഇട്ടാല് അവിടെയുള്ള ആൾക്കാരെല്ലാം കൊറിയറായിട്ട് വിളിക്കും, അയച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ ഞാൻ മേളക്ക് പോയിട്ട് കുറെ സൽസ് മേളക്ക് പോയി. അപ്പൊ അവിടെ എല്ലാം കൊറിയറുണ്ട്. ഓരോരുത്തർക്കും ഒരു പറയുന്നതനുസരിച്ചിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 16 ഐറ്റം ഉണ്ട്. അല്ല, കൂടുതൽ ചെയ്യലുണ്ട്. ഉൽപ്പന്നം കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ ഇത്രേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇറച്ചി മസാല, സാമ്പാർ പൊടി, പിന്നെ പൊടികളെല്ലാം ഉണ്ട്. പിന്നെ കൊണ്ടാട്ട, പിന്നെ ചുക്ക് കാപ്പി മെയിനാ. ഇതെന്ന് വെച്ചാല് ജലദോഷം, തലവേദന, തൊണ്ടവേദനക്കെല്ലാം ആൾക്കാർ വിളിക്ക്. ഒരു ബോട്ടിൽ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടെ 10-15 ബോട്ടിൽ അവർ വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ ഇതിന്റെ ഓരോന്നിന്റെ പ്രത്യേകത നമുക്ക് എടുത്തു പറയാം. ബാക്കിയുള്ളതിനെയാണ് അപേക്ഷ എന്താണ് ഇതിൽ പ്രത്യേകതയായിട്ട് എടുത്തു പറയാനുള്ളത്? സാമ്പാർ പൊടിന്റെ കാര്യങ്ങളും മറ്റുള്ളതിന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കുന്നതാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? സ്വന്തം വീട്ടിലുണ്ടാക്കുന്നതാ, സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുന്ന സാധനം. പിന്നെ അതുപോലെ തന്നെ സാമ്പാർ പൊടി, ഇറച്ചി മസാല സ്വന്തം ചെയ്യുന്നതാ. ഇതിന് നല്ല ഓർഡർ ഉണ്ട്. ഹോട്ടലുകാരെല്ലാം വാങ്ങിക്കുന്നുണ്ട്. പിന്നെ വീടുകൾ തോറും സപ്ലൈ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചുക്ക് കാപ്പിപ്പൊടി എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ തൊണ്ടവേദന, ജലദോഷം, കഫക്കെട്ട് ഇതിനെല്ലാം പോകുന്നത്. അതുപോലെ കൊതുകിന് പുകയ്ക്കുന്നത് ധൂമ ചൂർണ്ണ, ഇതെല്ലാം നല്ല സാധന. കൊതുകിന് പുകയ്ക്കുന്ന ധൂമ ചൂർണ്ണ, ഇത് കൊതുക്, പല്ലി, പാറ്റ, ഈച്ച, ഉറുമ്പ് ഇതെല്ലാം പോകുന്നതാ. വീടിന് നല്ല സുഗന്ധം പരത്താനും ചെടികൾ കായ്ക്കാനും എല്ലാം പറ്റും ഇതിനെ കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നീലമരി, മൈലാഞ്ചി, താളിപ്പൊടി ഇതെല്ലാം നല്ലതാണ്. ഹെർബൽ പ്രൊഡക്റ്റാ. നരച്ച മുടി കറുപ്പിക്കാനും എണ്ണ കാച്ചാനും ഹെന്ന ചെയ്യാനും എല്ലാം മെയിനാ. അതുപോലെ ഇതെല്ലാം വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് പൊടിക്കുന്ന സാധന. രക്തചന്ദന സ്വന്തമായിട്ട് നമ്മൾ തന്നെ തറച്ചെടുത്തിട്ട് പൊടിച്ചതിന് ശേഷം മില്ലിന്, മനോജ് ഫാർമസിന്റെ മില്ലിൽ നമ്മ ഈ സാധനങ്ങളെല്ലാം പൊടിപ്പിക്കുന്നത്. അത് കലർപ്പ് കൂട്ടുന്നതിന് നമ്മൾ അവിടെ നിന്ന് തന്നെ സ്വന്തം ചെയ്യിപ്പിക്കുന്നതാ. അല്ലെങ്കിൽ അഥവാ കലർപ്പ് കൂട്ടിയാൽ നമ്മളെ കുടുംബശ്രീക്ക് ദോഷമല്ലേ, അതുകൊണ്ട്. പിന്നെ ചെറുപയർ പൊടി, താളിപ്പൊടി ഇതെല്ലാം നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നതാ. ഇത് നെല്ലിക്ക, നാടൻ നെല്ലിക്ക ഉണക്കി പൊടിക്കുന്നതാ. ഇത് നമ്മളെ നാട്ടിലുള്ള നെല്ലിക്ക കളക്ട് ചെയ്തിട്ട് ഉണക്കി പൊടിക്കുന്നതാ. ഇത് നീലമേരി, മൈലാഞ്ചി എല്ലാം നല്ല പ്രൊഡക്റ്റാ. എന്താ മൈലാഞ്ചിപ്പൊടി നരച്ച മുടി കറുപ്പിക്കാനും ഹെന്ന ചെയ്യാനും എണ്ണ കാച്ചാനും എല്ലാം മെയിനാ. പല ആൾക്കാർക്കും കൊറിയറായിട്ട് പല സ്ഥലത്ത് അയക്കുന്ന സാധനം ഇതെല്ലാം. പിന്നെ ആയുർവേദ പൽപ്പൊടി, പല്ലുവേദന, മോണവീക്കം, വായ്പുണ്ണ്, പല്ലിലെ കറ എല്ലാം പോകുന്നത്. ഇതും കൊറിയറായിട്ട് പല സ്ഥലത്ത് അയക്കുന്നത്. ഇത് എന്ന് വെച്ചാല് ഇരട്ടി മധുരത്തിന്റെ പൊടിയാ. ഇത് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കമ്പായിട്ട് ചോദിക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ചാല് വടകരന്ന് മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് കഴുകി ഉണക്കിയിട്ടാ നമ്മൾ ഇവിടെ എത്തിക്കുന്നത്. ഇത് രാസനാദിപ്പൊടി കുട്ടികളെല്ലാം മൂർധാവിലെല്ലാം തിരികെ കൊടുക്കുന്ന. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന വീട്ടിൽ ചെയ്യുന്ന സാധനം. അതിൽ തന്നെയാ മെയിനായിട്ടുള്ളത്. പനക്കാൽ കണ്ണം, തൊണ്ടവേദന, ജലദോഷം, കഫക്കെട്ടിന് അലിച്ചെറുക്കുന്നതാ. ഇത് നല്ലതാ. ഇത് കാട്ടുതേന, നാച്ചുറൽ കാട്ടുതേന എന്ന് വെച്ചാല് നമ്മളെ ഉൽപ്പന്നം വേറെ കുടുംബശ്രീയിലേക്ക് ലിങ്ക് ചെയ്ത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് മാനന്തവാടി ഫാമിൽ നിന്ന് നേരിട്ട് എടുക്കുന്നതാ. അവിടെയുള്ള കുടുംബശ്രീക്കാർ നമുക്ക് നേരിട്ട് തരുന്നതാ. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല. കുടുംബശ്രീ തമ്മിൽ ലിങ്ക് ചെയ്തിട്ട് നമ്മളെ ഉൽപ്പന്നം ഒരുക്കും, ഓരോ ഉൽപ്പന്നം നമ്മൾ വാങ്ങിക്കില്ല. ഇത് സാധനങ്ങൾ അവര് നമ്മളെ വിളിക്കും. ചേച്ചി ഇത്ര സാധനം വേണം, ഓൺലൈൻ അയച്ചു തരുമെന്ന് വെച്ചാല് നമ്മൾ ആ ദിവസം തന്നെ ഒരു പറഞ്ഞ അതേ ദിവസം തന്നെ നമ്മൾ ഓൺലൈൻ അയച്ചു കൊടുക്കുന്നുണ്ട്.
അയക്കുന്നതിന് മുമ്പിട്ട് നമ്മളെ ബാങ്കിലേക്ക് പൈസ തന്നിട്ട് അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും.